പക്ഷേ ഡോക്ടർ, ആ കിടപ്പിൽ നിന്ന് ദുർഗ എന്തെങ്കിലും ഉണരൂ? അതോ ആ കിടപ്പിൽ അവൾ... സാറെന്തിനെങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത്? ഡോക്ടർ മരുന്ന് നൽകിയതുകൊണ്ടൊന്നും ഈ പേഷ്യന്റ് രക്ഷപ്പെടില്ല. ആ മരുന്ന് കഴിച്ചാൽ അസുഖം മാറുമെന്ന വിശ്വാസം രോഗിക്ക് വേണം. ഇവിടെ രോഗി കോമയിലാണ്. അവരെ പരിചരിക്കുന്നവർക്കാണ് രോഗിയിലും മരുന്നിലും വിശ്വാസം വേണ്ടത്. രോഗിയിലും മരുന്നിലും മാത്രമല്ല, ദൈവത്തിലും വിശ്വാസം വേണം. കാരണം മുകളിലിരിക്കുന്ന ആളാ മഹാവൈദ്യൻ. ദൈവം തീരുമാനിക്കാതെ എത്ര പ്രഗത്ഭനായ ഡോക്ടർ ചികിത്സിച്ചാലും രോഗി രക്ഷപ്പെടില്ല. അതുപോലെ ദൈവം തീരുമാനിച്ചാൽ എത്ര ക്രിട്ടിക്കലായ പേഷ്യന്റും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെടാതെ നോക്കുക. പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഡോക്ടർ. ഈ അവസ്ഥയിലും എന്റെ മനസ്സ് വായിക്കാൻ എന്റെ ദുർഗയ്ക്ക് കഴിയും. എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് അവൾക്ക് തോന്നിയ, അതെനിക്കറിയാം. അവൾ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്റെ ദുർഗയുടെ തിരിച്ചു വരവിന് വേണ്ടി ഞാൻ പ്രതീക്ഷയോടെ ശ്രമിക്കും. അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അതിനുവേണ്ടി ഞാൻ എന്റെ സമ്പാദ്യം മുഴുവൻ ചെലവാക്കാൻ തയ്യാറാ. തികഞ്ഞില്ലെങ്കിൽ കടം വാങ്ങും. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടും. ഡോക്ടർ പറയും, വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിച്ച എന്റെ ദുർഗ എഴുന്നേറ്റ് വരൂ. എവിടെയാ ഡോക്ടർ ഞാൻ അവളെ കൊണ്ടുപോകേണ്ടത്? ദയവ് ചെയ്ത് ഡോക്ടർ പറഞ്ഞതാ. എവിടെ കൊണ്ടുപോയാലും ഞങ്ങൾ ചെയ്യുന്ന അല്ലാതെ അവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇനി മുകളിലിരിക്കുന്ന മഹാവൈദ്യൻ നിശ്ചയിക്കണം. ഒരു ദിവസം ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന വിശ്വാസം നഷ്ടപ്പെടാതെ നോക്കുക. ഡോക്ടർ, ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ? എന്താ സർ? ഈ മനമടുപ്പിക്കുന്ന ഗന്ധമാണെങ്കിലും ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും നോക്കുന്ന ഡോക്ടറും മറ്റ് സ്റ്റാഫുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഇതൊരു ഹോസ്പിറ്റൽ തന്നെയല്ലേ ഡോക്ടർ? ഇവിടെ തുടരുന്ന കാലത്തോളം താനൊരു രോഗിയാണെന്നുള്ളൊരു ചിന്ത ദുർഗയുടെ മനസ്സിൽ നിന്ന് പോവില്ല. അതുകൊണ്ട് ഞാനവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. രോഗം ഭേദമായെന്നൊരു തോന്നലുണ്ടാവും അവൾക്ക്. അത് അവൾക്കൊരു റിലീഫും ആയിരിക്കും. കൊണ്ടുപോയിക്കോട്ടെ ഡോക്ടർ. ഞാൻ ഡിസ്ചാർജ് തരാം. പക്ഷെ പേഷ്യന്റിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ബെഡ് സോർ വരാതെ നോക്കണം. മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഞാൻ പറയുന്നത് കൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നത് അത്ര എളുപ്പമുള്ള ജോലിയല്ല. നല്ല ക്ഷമ അത്യാവശ്യമുള്ള ജോലിയാ. അച്ഛനിങ്ങനെ എത്ര കാലം കിടക്കുമെന്ന് ചോദിക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാള് മരിച്ചു പോകാത്ത എന്താന്നാ ആ ചോദ്യത്തിന്റെ അർത്ഥം. അതേ ചോദ്യം ചോദിക്കുന്ന ഭാര്യമാരുമുണ്ട്. എന്റെ അനുഭവത്തിൽ കിടപ്പ് രോഗികൾ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് പോലും ബാധ്യതയാണ്. എന്റെ ദുർഗ എനിക്കൊരു ബാധ്യതയാവില്ല ഡോക്ടർ. അവളോടുള്ള സ്നേഹത്തിന് എന്റെ മരണം വരെ ഒരു കുറവും സംഭവിക്കില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ പരിചരിക്കുന്ന പോലെ ഞാൻ എന്റെ ദുർഗയെ പരിചരിക്കും. ശരി, ഞാൻ ഡിസ്ചാർജ് എഴുതാം. താങ്ക് യു ഡോക്ടർ. ചെയ്തു. തുളസിയുടെ വിളി കേട്ട് അമ്മ ഉണർന്നു വെച്ച വലിയൊരു ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ അമ്മ എഴുന്നേറ്റു. അമ്മയും തുളസിയും ഒരുപോലെ കരയായിരുന്നു. കരഞ്ഞുകൊണ്ട് അവർ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. നല്ല സ്വപ്നം, പക്ഷേ ഒരിക്കലും നടക്കില്ല എന്ന് മാത്രം. തീർന്നില്ല ചാ. ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ തുളസിക്ക് അമ്മ ഒരു സമ്മാനം കൊടുത്തു.
ആ സമ്മാനം എന്താണെന്നറിയോ? ഒരു ഒരു കുഞ്ഞുടുപ്പ്. തുളസിയുടെ ഉള്ളിലുള്ള എന്റെ കുഞ്ഞിന് വേണ്ടി അമ്മ സ്വന്തം കൈകൊണ്ട് തുന്നിയ ഒരു കുഞ്ഞുടുപ്പ്. സ്വപ്നത്തിലെങ്കിലും പരസ്പരം സ്നേഹിക്കുന്ന അമ്മയും മോളെയും കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായല്ലോടാ. പതിവില്ലാതെ ഞാൻ ദൈവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ച് അച്ഛൻ ചോദിച്ചില്ലേ? എന്റെ സങ്കടം കണ്ടിട്ട്, ഈ കിടക്കുന്ന അമ്മയുടെ മനസ്സ് കണ്ടിട്ട്, അച്ഛന്റെ നിസ്സഹായത കണ്ടിട്ട്, ദൈവം കാണിച്ചെന്ന വഴിയാണെങ്കിലും ഇത്. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. അച്ഛാ, സ്വപ്നത്തെ കണ്ടതുപോലെ സ്നേഹത്തോടെ ഉള്ളു തട്ടി തുളസി അമ്മയെന്ന് വിളിച്ച ഉറക്കത്തിൽ എന്ന പോലെ അമ്മ എഴുന്നേക്കില്ല അച്ഛാ. അതി എടാ, അവസാനത്തെ പിടിവള്ളിയ ഈ ശ്രമം കൂടി പരാജയപ്പെട്ട പിന്നെ ദുർഗ ഉണരണമെങ്കിൽ ഡോക്ടർ പറഞ്ഞ മിറാക്കിൾ സംഭവിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. അതെത്ര കാലമെന്നറിയില്ല. അങ്ങനെ ഒരു മഹാത്ഭുതം സംഭവിക്കുമെന്ന് ഉറപ്പില്ല. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? ദുർഗയോട് ഒരൽപ്പം ദയ കാണിക്കാൻ, അവളോട് അമ്മയെന്ന് പരിഗണന നൽകാൻ ഞാനും നീയും പ്രിയയും പലവട്ടം തുളസിയോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും നീ മറന്നിട്ടില്ലല്ലോ. പക്ഷേ ഒരിക്കൽ പോലും അതൊന്നനുസരിക്കാൻ അവൾ തയ്യാറായിട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അവളുടെ മനോഭാവത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. തുളസിയോട് ആവശ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെയല്ലടാ. വഴക്ക് പറഞ്ഞാലും ഭീഷണിപ്പെടുത്തിയാലും തല്ലിയാലും ഒന്നും അവൾ അനുസരിക്കില്ല. പക്ഷേ അവളുടെ മനസ്സും അസ്വസ്ഥമാണ്. നീ തന്നെ പറഞ്ഞല്ലോ അവൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന്. ഇപ്പൊ അവൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിന്റെ സ്നേഹമായിരിക്കും. സ്നേഹത്തോടെയുള്ള നിന്റെ ഒരു സ്പർശമായിരിക്കും. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? രാത്രി അധികമൊന്നും ആയിട്ടില്ല. തുളസിയും കുട്ടി, നീ ഒരു ഡ്രൈവിന് പോയിട്ട് വാ. അച്ഛാ, വേണം. അവൾക്കേ അതൊരു റിലീഫായിരിക്കും. ആ സമയത്ത് നീ ഒരു റിക്വസ്റ്റ് പോലെ ഇതാവശ്യപ്പെടണം. അവൾക്കത് നിഷേധിക്കാൻ തോന്നരുത്. വാശി കൊണ്ടല്ല, സ്നേഹം കൊണ്ടാ നീ അവളെ നിന്റെ വരുതിക്ക് കൊണ്ടുവരേണ്ടത്. ഇത് നല്ല ഐഡിയ. ഈ ഐഡിയയിൽ തുളസി വീഴും. ആ അതി, അച്ഛാ, പ്രിയമയും തുളസിയും കൂടെ വരാൻ തയ്യാറായില്ല അല്ലേ? നീ അവരെ വിളിക്കാൻ പോയപ്പോഴേ എനിക്കറിയായിരുന്നു അവര് വരില്ല എന്ന്. ഞാൻ നിന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല എന്ന് മാത്രം. അതല്ല അച്ഛാ, പ്രിയമയും തുളസിയും പ്രിയമ്മയുടെ വീട്ടിലില്ല. അവരവിടെ ഇല്ലേ? ഈ സമയത്ത് അവരെവിടെ പോയതായിരിക്കും? ആ, കുറെ കാലമായിട്ട് വീട് പൂട്ടിയിട്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോ ഒന്നേന്ന് തുടങ്ങണ്ടേ? ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു മാർക്കറ്റിൽ എങ്ങനെ പോയി കാണും. അല്ല അച്ഛാ, പിന്നെ അവിടുത്തെ വീടുകളിലൊക്കെ ഞാൻ അന്വേഷിച്ചു. പ്രിയമൻ തുളസി അവിടെ എത്തിയിട്ടില്ല. നീ എന്താ ഈ പറയുന്നത്? സത്യം അച്ഛാ. അച്ഛന്റെ പോലീസ് ഭാഷയിൽ പറഞ്ഞ അവര് മിസ്സിങ്ങാ. നിനക്ക് വെറുതെ തോന്നുന്ന. ഇവിടുന്ന് ഇറങ്ങി അവര് നേരെ മാർക്കറ്റിൽ പോയിട്ടുണ്ടാവും. എടാ, വൈകിയ കടകൾ അടയ്ക്കുമല്ലോ. നീ ഒരു കാര്യം ചെയ്യും, അവിടെ തന്നെ വെയിറ്റ് ചെയ്യ്. അല്ലേ വേണ്ട, സമയം കളയണ്ട. നീ നേരെ മാർക്കറ്റിൽ പോയി ഒന്ന് അന്വേഷിക്കുക. അവര് അവിടെ ഉണ്ടാവുന്ന എന്റെ മനസ്സ് പറയുന്നത്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഇരുട്ടിയാൽ വീടിന് പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്ത പ്രിയാമ ഈ സമയത്ത് മാർക്കറ്റിൽ പോവോ? അച്ഛാ, എനിക്കെന്തോ പേടിയാവുന്നു. അച്ഛൻ പറയുന്ന പോലെ നമുക്കിപ്പോ കഷ്ടമല്ലോ അല്ലേ? നീ പേടിക്കാതിരിക്കേ, ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ.
പെൺകുഞ്ഞിനെ ഏറ്റെടുത്ത് ഏട്ടന്റെ മോളെ എന്നെ ഏൽപ്പിക്കുമ്പോൾ ഏട്ടൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഈ നിമിഷം വരെ മറന്നിട്ടില്ല. പെണ്ണെ, ഞാൻ നിന്റെ മോനെ വീടിനും നാടിനും വേണ്ടപ്പെട്ടവനായി വളർത്തും. അതുപോലെ എൻ്റെ മോളെ നീ എല്ലാ നല്ല ഗുണങ്ങളും പകർന്നു നൽകി വളർത്തണം. ഏട്ടന്റെ വാക്കുകൾ അന്നും ഇന്നും ഞാൻ ഒരിക്കലും ധിക്കരിച്ചിട്ടില്ല. എനിക്കറിയാവുന്ന എല്ലാ നല്ല ഗുണങ്ങളും പകർന്നും പറഞ്ഞുകൊടുത്തും പഠിപ്പിച്ചും തന്നെ വളർത്തി. പക്ഷേ ജന്മം നൽകിയ അമ്മയെ സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും അവളെ പറഞ്ഞു പഠിപ്പിക്കാൻ ഞാൻ മറന്നുപോയി. ഞാനത് മനസ്സിലാക്കുന്നു ഏട്ടാ. ഏട്ടന്റെ കുടുംബത്തിലുണ്ടായ എല്ലാ അനർത്ഥങ്ങൾക്കും കാരണം എന്റെ വളർത്തുദോഷമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇനി ഏട്ടന്റെ തണലിൽ ജീവിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഞാൻ പോവാ. എവിടേക്കെന്ന് എനിക്ക് തന്നെ അറിയില്ല ഏട്ടാ. എങ്കിലും പോകണമെന്നത് എൻ്റെ ഉറച്ച തീരുമാനം തന്നെയാണ്. എന്നെപ്പോലെ ആരുമില്ലാത്ത വിധവകളെ സ്വീകരിക്കുന്ന ഏതെങ്കിലും ആശ്രമം കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസത്തോടെ ഞാൻ പുറപ്പെടുക. ഉടുതുണിക്ക് മറുതുണി പോലും എടുക്കാതെ. ഏട്ടൻ്റെ എല്ലാ ദുഃഖങ്ങളും സർവേശ്വരന്മാർ തീർത്തു തരട്ടെ. എന്നെ അന്വേഷിക്കണ്ട. ഇന്ന് ഏട്ടൻ്റെ സ്വന്തം അനിയത്തി. ആദ്യം കണ്ട സ്വപ്നം പോലെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ മോള് ഇവിടെ തന്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്ന് മനസ്സ് തട്ടി അമ്മയെന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ. മനസ്സ് കലങ്ങി. എന്റെ അനിയത്തിക്ക് ഈ വീട് വിട്ടിറങ്ങി പോകേണ്ടി വരുമായിരുന്നു. എല്ലാവരും കുറ്റപ്പെടുത്തുന്നതിൽ മനന്നൊന്ന് തുളസിക്ക് ഈ വീട് വിട്ടു പോകേണ്ടി വരുമായിരുന്നു. അവളെ അന്വേഷിച്ച് തീ പിടിച്ച മനസ്സുമായി ആദ്യക്കിങ്ങനെ ഓടേണ്ടി വരുമായിരുന്നു. ഈ കുടുംബത്തിന്റെ നാശം പൂർണ്ണമായല്ലോ എന്നോർത്ത് എനിക്കിങ്ങനെ ഉള്ളൊരുക്കി കരയേണ്ടി വരുമായിരുന്നു. എന്നെ ഫോൺ വിളിച്ചിട്ടുമില്ല. എനിക്കവനെ വിളിച്ചു ചോദിക്കാനുള്ള ധൈര്യമില്ലടോ. അവന് പറയാനുള്ളത് എന്നാലും ഒരു ദുരന്ത വാർത്തയാണെങ്കിലും താൻ ഭാഗ്യം ചെയ്ത ആളാണെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. ഈ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്കിങ്ങനെ നിർവികാരമായിട്ട് കിടന്നാൽ മതിയല്ലോ. ദൈവങ്ങള് തന്നോട് ദയ കാണിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കാണെങ്കിൽ ഇരുന്ന ഇരിപ്പുറയ്ക്കുന്നില്ല. കിടന്ന എഴുന്നേറ്റ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ തോന്നുക. ഒരുപിടി ആഹാരം വാരി വായിൽ വെച്ച തൊണ്ടെന്ന് ഇറങ്ങുന്നില്ല. എനിക്കും തന്നെ പോലെ ആവണോടോ. എന്ത് സംഭവിച്ചാലും ആകാശം ഇടിഞ്ഞ് താഴെ വീണാലും ഇങ്ങനെ ഒന്നും ബാധിക്കാതെ കിടക്കാൻ കഴിയണം. ആദ്യം ഒന്നും തോന്നുന്നു. നല്ല വാർത്തയൊന്നും അവന് പറയാനുണ്ടാവില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നത്. ഇടനെഞ്ച് പൊട്ടിയായിരിക്കും അവൻ ഉമ്മർത്ത് വന്ന് നിൽക്കുന്നത്. ഞാനൊരു പോലീസ് ഓഫീസറല്ലേ, കരയാൻ പാടില്ല അല്ലടോ. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത പോലും ഒട്ടും കുലുങ്ങാതെ കേൾക്കണം ഒരു പോലീസുകാരൻ. ഞാനിപ്പോ വരാം. ഡോക്ടർ പറഞ്ഞതുപോലെ ആകാശത്തിരിക്കുന്ന ആ മഹാവൈദ്യന്റെ കനിവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അല്ലെങ്കിൽ തുളസി നമ്മളെ തോൽപ്പിച്ചതുപോലെ വിധിയെ തോൽപ്പിക്കാൻ നമ്മളും ജീവിതം അവസാനിപ്പിക്കണം.
അച്ഛാ, എടാ, നിവൃത്തികേടുകൊണ്ട് ചിന്തിച്ചു പോകുന്ന ഞാൻ. ആര് വിചാരിച്ചാൽ നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ പുഴയിലെവിടെ മുങ്ങിക്കിടക്കുന്നത് എന്റെ മോള, എന്റെ ചോരയിൽ പിറന്ന എന്റെ സ്വന്തം മോള. പക്ഷേ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കാൻ തന്നെ എന്റെ തീരുമാനം. കാരണം തോൽപ്പിക്കാൻ നടക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ മനസ്സ് കല്ലാക്കിയേ പറ്റൂ. നീ വാ, നമുക്ക് തിരിച്ചു വാ. ഞാനില്ല അച്ഛാ. എടോ, അവളി പുഴ ചാടിയ നേരം തൊട്ട് നീ നിൽക്കല്ലേ ഇവിടെ? മണിക്കൂർ എത്രയായി? നിനക്കിനി ചെയ്യാൻ 2 കാര്യങ്ങളേ ഉള്ളൂ മോനെ. പോലീസ് ബോഡി കണ്ടെടുത്ത അത് ഐഡന്റിഫൈ ചെയ്യാൻ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി വിട്ടുകിട്ടുമ്പോ എടുത്തുകൊണ്ടുപോയി സംസ്കരിക്കുക. നീ നിന്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന നിന്റെ തുളസിക്ക് വേണ്ടി ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല നിനക്ക്. വാ. ഇല്ലച്ച, എന്റെ തുളസി ഈ പുഴയിൽ നിന്ന് ജീവനോടെ കയറി വരുമെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. അവളിവിടെ തനിച്ചാക്കി ഞാൻ എങ്ങനെയാ വരിക? അതീ അച്ഛൻ പൊയ്ക്കോ. അമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നാ എനിക്ക് ഇത്ര പോലും പിടിച്ചേക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ കരയുന്നുണ്ട്, അമ്മയുടെ ഉള്ളു പെടയില്ലേ? അതിലും നല്ലത് ഞാനിവിടെ തനിച്ചിരുന്ന് കരയുന്നതല്ലേ. അച്ഛൻ പൊയ്ക്കോ. കൃഷ്ണപ്രസാദ് സാറിന്റെ ഭാര്യയെ ആര് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാ ആ സ്ത്രീ പറഞ്ഞത്? അത് പറയാം. അതിനു മുമ്പ് ആ സ്ത്രീ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഞാൻ തന്നോട് പറയാം. ഇനി ഞാൻ പറയുന്നത് കൂടുതൽ അവിശ്വസനമായി തനിക്ക് തോന്നും. എന്താ സാർ? തുളസിയുടെ മരണവും ആത്മഹത്യയല്ലത്രേ. കനകദുർഗയെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ആ ആള് തന്നെയാണ് ഇതിന് പിന്നിലും. സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറാവാത്ത ആ സ്ത്രീ എന്തോ കടങ്കഥ പോലെ എന്തോ പറഞ്ഞെന്ന് വെച്ച് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആ സ്ത്രീ തയ്യാറായില്ല, സത്യം തന്നെയാ. പക്ഷേ ആ സംഭവങ്ങളുടെയൊക്കെ പിറകിൽ ആരാണെന്ന് ആ സ്ത്രീ തുറന്നു പറഞ്ഞു. കൃഷ്ണപ്രസാദ് സാറിന്റെ മകളെയും ഭാര്യയും കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണെന്ന് ആ സ്ത്രീ പറഞ്ഞത്? കൃഷ്ണപ്രസാദ് തന്നെ. ആ സ്ത്രീക്ക് കൃഷ്ണപ്രസാദ് സാറിനോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടാവും. കൃഷ്ണപ്രസാദ് സാർ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കൃഷ്ണപ്രസാദ് സാറിനെ അറിയുന്ന ആരും ഇത് വിശ്വസിക്കില്ല. പക്ഷേ ആ സ്ത്രീ പറഞ്ഞതിലെന്തോ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കും അറിയാത്ത അയാളുടെ കുടുംബ രഹസ്യം വരെ ആ സ്ത്രീ പറഞ്ഞില്ലേ? അന്വേഷണത്തില് അതൊക്കെ സത്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഒരു മരണം, അതും ഏതോ ഒരു അജ്ഞാത വാഹനം ഇടിച്ചു. ആ വാഹനം ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. കൃഷ്ണപ്രസാദിന്റെ സഹോദരി ഭർത്താവിന്റെ മരണം കഴിഞ്ഞിട്ട് മാസങ്ങൾക്കുള്ളിൽ അയാളുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. സഹോദരി അപ്രത്യക്ഷമാവുന്നു. മകൾ ആത്മഹത്യ ചെയ്യുന്നു. ഒരു മിസ്റ്ററി ഫീൽ ചെയ്യുന്നില്ല തനിക്ക്? അങ്ങനെ ചോദിച്ചാൽ ഉണ്ട് സാർ. ആ സ്ത്രീ പറഞ്ഞതുപോലെ വിശ്വസ്തനായ പോലീസ് ഓഫീസറിന് എല്ലാവരും വിശ്വസിക്കുന്ന ACP കൃഷ്ണപ്രസാദിന്റെ ഉള്ളില് ഒരു ക്രിമിനൽ ഉണ്ടോ നമുക്ക് കണ്ടുപിടിക്കണം. ഓർമ്മയുണ്ടോ? അന്ന് താൻ വലിയ കടമ്പിടുത്തക്കാരിയായിരുന്നു. താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയുന്ന പ്രകൃതക്കാരി. തന്റെ പിടിവാശിക്ക് മുമ്പില് ഞാൻ പലപ്പോഴും തോറ്റു വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ കഴിവുകേടൊന്നും ആയിരുന്നില്ല. തന്റെ മുമ്പിൽ തോക്കാനേ എനിക്കിഷ്ടമായിരുന്നല്ലോ. കാരണം എന്താണെന്നറിയോ? എനിക്ക് തന്നെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു. നമ്മുടെ ചെറിയ ചെറിയ പിണക്കങ്ങൾക്കും വലിയ വലിയ സ്നേഹങ്ങൾക്കും
ദൈവം ഒരു പ്രതിഫലം തന്നു. തന്റെ ഈ വയറ്റില് അത് ഒരു ജീവനായ രൂപം കൊണ്ടു. പക്ഷേ തന്നെ ഞാൻ ചതിച്ചറു. താൻ ജന്മം നൽകിയ പെൺകുഞ്ഞിനെ എന്റെ അനിയത്തിക്ക് നൽകിയിട്ട് അവളുടെ ആൺകുഞ്ഞിനെ തന്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് തന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആദ്യമൊന്നും ഞാനും അറിഞ്ഞിരുന്നില്ലല്ലോ. അറിഞ്ഞിട്ടും ഞാൻ തന്നോട് പറഞ്ഞതുമില്ല. കാലങ്ങൾക്ക് ശേഷം താൻ ആ ചതി തിരിച്ചറിഞ്ഞു. വൈകി കിട്ടിയ മകളെ സ്നേഹിക്കാൻ താനൊരുക്കുമായിരുന്നു. പക്ഷെ ദുർവിധി തന്നെ കൊണ്ട് എത്തിച്ചത് ഇവിടെ ഈ മെത്തയില്, ഈ അവസ്ഥയില്. ദൈവം ശിക്ഷിച്ചത് തന്നെയല്ലടോ. കാരണം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലടോ. തെറ്റ് ചെയ്തത് ഞാനാ. എനിക്ക് വേദനിക്കണമെങ്കിൽ തന്നെ വീഴ്ത്തണമെന്ന് ദൈവം മനസ്സിലാക്കിയിട്ടുണ്ടാവും. തന്നെ വീഴ്ത്തിക്കളഞ്ഞു. ഈ കാഴ്ച കണ്ട് സ്വയം ശപിച്ച് ഞാൻ തന്നെ കരയ. ദൈവം ശിക്ഷിച്ചത് എന്നെ തന്നെ. എനിക്ക് നൽകിയ ശിക്ഷ കുറഞ്ഞുപോയെന്ന് ചിലപ്പോൾ ദൈവത്തിന് തോന്നിക്കാണും. തന്റെ രക്തത്തിൽ പിറന്ന, തന്റെ ജീവിതത്തിൽ നിന്ന് ഞാനായിട്ട് അകറ്റി നിർത്തിയ നമ്മുടെ മോളെ നമുക്ക് ആരോടും യാത്ര പറയാനില്ല ദുർഗ. നമ്മളെ ദ്രോഹിച്ചവരോടൊന്നും നമുക്കൊരു പിണക്കുമില്ല, ആരോടും പരാതിയില്ല, ഒന്നിനെ കുറിച്ച് ഒരു പരിഭവമില്ല. പോകുമ്പോ നമ്മുടെ മനസ്സ് ശൂന്യമായിരിക്കണം. പ്രാർത്ഥന മാത്രമേ പാടൂ. ഇനിയൊരു ജന്മം തന്നു ഈ ഭൂമിയിലേക്ക് അയക്കല്ലേ എന്ന് അനുഭവിച്ച് മതിയായില്ലേ? പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കും. അവസാന യാത്രയ്ക്ക് മനസ്സുകൊണ്ടുവരേക്കും. പ്രിയെ നിങ്ങൾ കൊലപ്പെടുത്തുന്നതിന് ദൃക്സാക്ഷിയായ തുളസിയെയും നിങ്ങൾ അപായപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് ഭയന്നുവേണ്ടി തുളസിയെ നിങ്ങൾ പുഴയിലേക്ക് തള്ളിയിട്ടു. ആദ്യത്തെ കണ്ടതേ പുഴയിൽ വീടുന്ന തുളസി മാത്രമാണ്. അവൾ സ്വയം പുഴയിൽ ചാടിയാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ പേരിൽ ഇപ്പൊ തന്നെ 2 കൊലപാതക കുറ്റങ്ങളുണ്ട്, ജയശീലിന്റെയും തുളസിയുടെയും. പ്രിയയുടെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അതൊരു മിസ്സിംഗ് കേസാണെന്ന് തൽക്കാലം കരുതാം. പക്ഷെ അവിടെയും സംശയം നിങ്ങളുടെ പേരിലുണ്ട്. ഇനി ഒരു കേസ് കൂടി വന്നാലും നിങ്ങളുടെ പേരിൽ തന്നെയാണ്. ഒരു കേസ് കൂടി ആക്കണ്ട സാർ. ഈ നാട്ടിൽ തെളിയാത്ത എല്ലാ കേസുകളും എന്റെ തല കെട്ടിവെക്കേ. എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ ഭാര്യ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതും കള്ളമാ സാർ. നിങ്ങൾ ചെയ്ത ചതി മനസ്സിലാക്കി നിങ്ങളെ ചോദ്യം ചെയ്ത് ദുർഗയും നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. സാർ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയാനൊന്നും അല്ല ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് വേറെ പണിയുണ്ട്. വെറുതെ ആരോപണം ഉന്നയിച്ചാൽ പോരാ, തെളിവുകൾ വേണം. പരാതി തന്ന ആരാന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. അതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല കൃഷ്ണപ്രസാദ്.
തെറ്റ് ചെയ്തിട്ടുള്ള ഉത്തമ ബോധ്യമുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. എനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ, നിങ്ങൾ നിരപരാധിയാണെങ്കിൽ കോടതി തെളിയിച്ചോ. സർ, ഇപ്പൊ വന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കൃഷ്ണപ്രസാദിനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതാ പിടിക്ക് സസ്പെൻഷൻ ഓർഡർ. എന്റെ ഭാഗം കേൾക്കുന്നതിന് മുമ്പ് തന്നെ സാറ് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തു അല്ലേ? ഒരു സാധാരണ കുറ്റവാളിക്ക് നൽകുന്ന മാനസിക പരിഗണന പോലും സാർ എന്നോട് കാണിച്ചില്ല. എന്നെ എത്രയും വേഗം ജയിലിൽ അടയ്ക്കണമെന്ന് സാറിനെന്തോ വാശിയുള്ളതുപോലെ. എനിക്ക് അങ്ങനെ ഒരു വാശിയൊന്നുമില്ല. നിങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം നിസ്സാരമൊന്നുമല്ല. 2 കൊലപാതകങ്ങളാ, നിങ്ങളുടെ മകളുടെയും നിങ്ങളുടെ സഹോദരി ഭർത്താവിന്റെയും. പിന്നെ ഒരു കൊലപാതക ശ്രമവും, അതും നിങ്ങളുടെ ഭാര്യയെ. പിന്നെ നിങ്ങളുടെ സഹോദരിയുടെ തിരോധാനവും. ഇതൊന്നും മേലുദ്യോഗസ്ഥന്മാരെ ഞാൻ അറിയിക്കാൻ പാടില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എല്ലാം രഹസ്യമാക്കി വെച്ച് ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഈ യൂണിഫോമിൽ സത്യസന്ധത കാണിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങളുടെ സ്ഥാനത്തിന്റെ സഹോദരനാണെങ്കിലും ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. നിങ്ങളുടെ സഹോദരി ഭർത്താവിന് ഇടിച്ചുകൊല്ലാൻ ശ്രമിച്ച വാഹനം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചില്ല. വീട് വിട്ടു പോയി നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സഹോദരി കണ്ടെത്താനും നിങ്ങളുടെ ഭാഗത്ത് ഒരു നീക്കോട്ടായിട്ടില്ല. നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്യുന്ന മുൻകൂട്ടി മനസ്സിലാക്കാൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായി നിങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഉത്തരവ് ഞാൻ തന്നെ പറയാം. ജയശീലൻ ഇടിച്ച വാഹനവും അത് ഓടിച്ചിരുന്ന ആളെയും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് കാരണം അയാൾ ഏർപ്പാടാക്കിയ നിങ്ങൾ തന്നെയാ. നിങ്ങളുടെ സഹോദരിയെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചില്ല. കാരണം അവർ ജീവിച്ചിരുമ്പോൾ നിങ്ങൾക്കറിയാം. അവരെ ഇല്ലാതാക്കിയ നിങ്ങൾ തന്നെയല്ലേ? ദൈവത്തിന് നിരക്കാത്ത പറയരുത്. എന്താ അച്ഛൻ വല്ലത് പേടിച്ചു പോലുണ്ടല്ലോ. എന്താ ഉണ്ടായത്? നമുക്കൊരിക്കലും മനസമാധാനം തരില്ലെന്ന് ദൈവത്തിന്റെ തീരുമാനം. എന്താ ഉണ്ടായെന്ന് പറയച്ചാ. എടാ, അച്ഛനിപ്പോ സസ്പെൻഷനില്ല. സസ്പെൻഷനിലോ? എന്റെ പേരിലുള്ള കുറ്റം എന്താന്ന് നിനക്കറിയാമോ? ജയനെ കൊലപ്പെടുത്തിയതിന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ ഒന്ന് തെളിച്ചു പറ. വിശദീകരിക്കാനൊന്നും നേരമില്ല മോനെ. എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പോലീസിനെ വെട്ടിച്ച് ഞാൻ ഓടി വന്നതാ മോനെ. ദുർഗ വീട്ടിൽ തനിച്ചാണെന്ന് നിന്നെ അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ കാര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. നീ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകണം. ദുർഗ നീ വേണം ഇനി നോക്ക. എടാ മോനെ, തുളസി പുഴയെന്ന് പൊങ്ങി വരുന്നുണ്ടോ നോക്കി നീ ഇവിടെ ഇരിക്കേണ്ടതില്ല. നിന്റെ മുമ്പിലൂടെ ഓടിപ്പോയി പുഴയിൽ ചാടിയത് തുളസി അല്ല. അവൾ ആത്മഹത്യ ചെയ്തിട്ടില്ല. അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത്? എടാ, ഞാൻ പറഞ്ഞ സത്യമാ. തുളസി എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ഈ കുടുംബത്തിലെ തീരാത്ത പ്രശ്നങ്ങൾ മുഴുവൻ എനിക്ക് ഒറ്റയ്ക്ക് തലയിലെടുത്ത് വെക്കാൻ കഴിയുമേ? കഴിയണം. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ നാശത്തിന്റെ വക്കി നിൽക്കുന്ന ഈ കുടുംബം സർവനാശത്തിന്റെ പടുകുഴിയിലേക്ക് വീഴും. വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് എനിക്ക് പരിചയമില്ലെന്ന് അമ്മയ്ക്കറിയാലോ. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛനൊരു കോള് വന്നുത്രേ. തുളസിയുടെ ആണെന്നാ അച്ഛൻ പറയുന്ന. തുളസി തന്നെ ആയിരിക്കും. തുളസിയുടെ ശബ്ദം കേട്ട അച്ഛൻ അറിയില്ലേ? പക്ഷേ അവളുടെ നമ്പറിൽ നിന്നല്ല വിളിച്ചത്, വേറെ ഏതൊരു നമ്പറിൽ നിന്നാ. തുളസി പോയി എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോ അവളുടെ ഒരു കോള്. ദൈവത്തിന് ഇപ്പോഴും നമ്മളോട് ചെറിയ സഹതാപം ഉണ്ടെന്നല്ലേ അതിനർത്ഥം. കഷ്ടകാലം നീങ്ങി എല്ലാം
ശരിയാവുമായിരിക്കും. അല്ലേ അമ്മേ? തുളസിയുടെ നമ്പറിലെ ഞാൻ വിളിച്ചേ, ഫോൺ സ്വിച്ച് ഓഫാ. അവൾ അച്ഛനെ വിളിച്ച നമ്പർ എനിക്കറിയില്ലല്ലോ. എവിടെന്നെങ്കിലും ഫോൺ ചാർജ് ചെയ്ത് ആ നമ്പറിലേക്ക് അച്ഛൻ തിരിച്ചു വിളിച്ചിട്ടുണ്ടാവും. ഞാനേ അച്ഛനെ ഒന്ന് വിളിച്ചോട്ടെ. അച്ഛന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ. പാവം, ചാർജ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. തുളസിക്കാണെങ്കിൽ നല്ല കെയർ വേണ്ട സമയം. അത് ഓർക്കുമ്പോഴമ്മ എനിക്ക് ടെൻഷൻ. അവൾ എവിടെയാണെന്ന് അറിയില്ല, ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് അറിയില്ല. അച്ഛനെ വിളിച്ചിട്ട് കിട്ടാതെ വന്നാ എന്നെ വിളിക്കല്ലേ ചെയ്യണ്ടേ? അതും അവള് ചെയ്തിട്ടില്ല. മറ്റുള്ളവര് തീ തിന്നുന്നൊന്നും ആർക്കും അറിയണ്ടല്ലോ. അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവനവന്റെ സുഖം, അവനവന്റെ സമാധാനം. സ്വന്തം സഹോദരി ഭർത്താവിനെ കൊന്നിട്ടാണ് ആ ക്രിമിനൽ ACP യൂണിഫോം നടക്കുന്നതെന്ന് അയാളുടെ പെരുമാറ്റത്തിൽ നിങ്ങൾ മനസ്സിലായില്ലേ? അത് സാർ, 10-25 വർഷക്കാലം അയാളുടെ കൂടെ ജീവിച്ച അയാളുടെ ഭാര്യയ്ക്ക് പോലും അയാളുടെ ശരിയായ സ്വഭാവം പിടിയിട്ടില്ല. അതുകൊണ്ടാ അരപ്രാണനായിട്ട് അവർക്ക് ആ കിടപ്പ് കിടക്കേണ്ടി വന്നത്. ഞാൻ പറഞ്ഞില്ലേ, അതിസമർത്ഥനായ ക്രിമിനലാണ് അയാൾ. നിങ്ങൾക്ക് ഒരു അയാളോട് സഹതാപം തോന്നിയില്ലേ? അതാണ് അയാളുടെ മിടുക്ക്. ജീവിതകാലം മുഴുവൻ പോലീസിനെ കണ്ടുപിടി നടക്കാൻ കഴിയുന്ന ഞങ്ങൾക്ക് നല്ലോണം അറിയാം. ഇന്നല്ലെങ്കിൽ നാളെ അയാൾ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് അയാൾ ചാടിപ്പോയി എന്തിനാണെന്ന് അറിയാതെ എനിക്ക്. അയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ, പിടിക്കപ്പെട്ടാലും ശിക്ഷിക്കപ്പെട്ടാലും ഉറപ്പുവരുത്തിയിട്ടേ അയാൾ പോലീസിന് മുമ്പിൽ കീഴടങ്ങുള്ളൂ. പക്ഷേ അയാളുടെ മുന്നിൽ തോൽക്കാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല. അയാൾ തെളിവുകൾ നശിപ്പിക്കട്ടെ, അയാളെ പൂട്ടാനുള്ള ശക്തമായ എല്ലാ തെളിവുകളും ഞാൻ ഉണ്ടാക്കും. മിക്ക കുടുംബങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകാ ദമ്പതികളാവുക, പക്ഷേ ഉള്ളിൽ പൊട്ടലും ചുറ്റിലും. സാറ് അമ്മയും അച്ഛനും പരസ്പരം ശത്രുതയിലായിരുന്നു സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുകയല്ല. ആദ്യം അറിഞ്ഞിട്ടില്ലാത്തൊരു സത്യം മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. കനകദുർഗ ആത്മഹത്യക്ക് ശ്രമിച്ചതല്ല, അതൊരു കൊലപാതക ശ്രമമായിരുന്നു. കൊലപാതക ശ്രമോ? അങ്ങനെയാ ഞങ്ങൾക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത്. കൃഷ്ണപ്രസാദ് സാറ് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. കൊള്ളാം സാറേ, നന്നായിട്ടുണ്ട്. ചില പോലീസുകാരെ ആടിനെ പട്ടിയാക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. SP സാറിനെ അച്ഛനോട് വൈരാഗ്യം തോന്നാനുള്ള കാരണം എനിക്ക് മനസ്സിലാവാത്തത്. നിർത്തോ, മനസ്സിൽ വൈരാഗ്യം വെച്ചേ ഞാൻ എല്ലാ കാലം ഉണ്ടാക്കണമെന്നല്ലേ താൻ പറഞ്ഞതിന്റെ അർത്ഥം? കൃഷ്ണപ്രസാദോട് എനിക്കൊരു വൈരാഗ്യമില്ല. പക്ഷേ കുറ്റം ചെയ്യുന്നത് സഹപ്രവർത്തനാണെങ്കിൽ പോലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അന്ന് കൃഷ്ണപ്രസാദ് സാറും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായി. അദ്ദേഹം കനകദുർഗയെ കയ്യേറ്റം ചെയ്തു. തലയിടിച്ച് വീണ കനകദുർഗ അൺകോൺഷ്യസ് ആയി. ആ വീഴ്ചയിൽ അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ താൻ ശിക്ഷിക്കപ്പെടുമെന്ന് അറിയാവുന്ന കൃഷ്ണപ്രസാദ് കനകദുർഗയുടെ വേൻ കെട്ടിയത് അതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിന് മനസ്സിലായത്. അന്വേഷണത്തിൽ നിന്നോ? ഏത് അന്വേഷണത്തിൽ നിന്ന്? നിങ്ങൾ ആരോട് അന്വേഷിച്ചു? ഇത് ചതിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് സാറേ. എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. കനകദുർഗയുടെ മൊഴിയെടുക്കാനാണ് നിങ്ങൾ പോകുന്നത്. അമ്മയുടെ മൊഴി എടുക്കാനോ? അമ്മയെ കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല എന്ന് സാറിന് അറിയില്ലേ? സംസാരിക്കാത്തവരുടെ വിവരങ്ങൾ ചോർത്തെടുക്കാനേ പോലീസിന് പല വഴികളുണ്ട്. ഞാൻ പറഞ്ഞു സാറിനോട് അച്ഛൻ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. എന്റെ ഭാര്യയോ അച്ഛൻ പെങ്ങളോ പറഞ്ഞോ? നിങ്ങളാരും പറഞ്ഞില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഭാര്യയോ അച്ഛൻ പെങ്ങളെയോ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല. കാരണം അവരിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവരുടെ തിരോധാനത്തിന് പിന്നിലും ഈ കൃഷ്ണപ്രസാദാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അത് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ജയശീലിന്റെ കൊലപാതകത്തിന് പിന്നിലും
പ്രിയയുടെയും തുളസിയുടെയും തിരോധാനത്തിന് പിന്നിലും കൃഷ്ണപ്രസാദാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അയാൾ അവരെ അപായപ്പെടുത്തുന്നുണ്ടാവുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉത്തരം ഇസാണെങ്കിൽ 2 വട്ടം കണ്ണു ചിമ്മുക. എന്ത് ക്രൂരത നിങ്ങൾ ഈ കാണിക്കുന്നത്? അമ്മയുടെ ഭർത്താവിനെയാ കൊടും കുറ്റവാളിയായിട്ട് നിങ്ങൾ അമ്മയുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത്. അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെയാ അച്ഛൻ കൊലപ്പെടുത്തിയെന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അമ്മയുടെ മനസ്സിനെ അത് എത്രമാത്രം ബാധിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ സമ്മതിക്കില്ല. ഇരയുടെ മൊഴിയെടുക്കാൻ പോലീസ് തന്നെ സമ്മതം വേണ്ട. എനിക്ക് നിയമമൊന്നും വലിയ വശമില്ല. പക്ഷെ സ്ത്രീകളുടെ മൊഴി എടുക്കുമ്പോ ഒരു വനിതാ പോലീസ് നിർബന്ധമായിട്ടും കൂടെ വേണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സാറ് പോയിട്ട് ഒരു വനിതാ പോലീസിനെ കൂട്ടിയിട്ട് വാ. എന്നിട്ടാവാം ഈ പ്രഹസനമൊക്കെ. എനിക്ക് മനസ്സില്ല. വനിതാ പോലീസ് ഇല്ലാതെ തന്നെ ഞാൻ ഈ സ്ത്രീയുടെ മൊഴിയെടുക്കും. നിങ്ങൾ എന്ത് ചെയ്യും? സാറേ അതൊന്ന് നോക്കി. ചാനലിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടേ വീഡിയോ കോളിലൂടെ ഇവിടെ നടക്കുന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. സാർ ഇനി ഇത് തുടർന്നാൽ അത് അവന്റെ ചാനലിലൂടെ ലോകം മുഴുവനും കാണിക്കും. അച്ഛന്റെ തൊപ്പി സാറ് കളയിച്ച പോലെ സാറിന്റെ തൊപ്പി ഞാനും കളയിക്കും. എടാ, നമ്മൾ സ്വന്തമാണെന്ന് വിശ്വസിക്കുന്ന ഒന്നും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് ഉപകാരപ്പെടില്ല. ഞാൻ എന്റെ അനുഭവം കൊണ്ട് പഠിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ചെറിയൊരു പദവിയൊന്നും അല്ലാതെ. എവിടെ കയറി ചെന്നാലും എന്നെ അറിയുന്നവർ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കും. ഏത് സദസ്സിൽ ചെന്നാലും അവിടുത്തെ പ്രധാന ഇരിപ്പിടം എനിക്ക് ലഭിക്കും. സഹായാഭ്യർത്ഥനമായിട്ട് ദിവസം ഒരുപാട് പേര് വരും. നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും. പക്ഷേ എനിക്കൊരാവശ്യം വന്നപ്പോ ആരും സഹായിക്കാൻ തയ്യാറായില്ല. ACP കൃഷ്ണപ്രസാദിനെ സസ്പെൻഡ് ചെയ്ത വാർത്ത കാറ്റിന്റെ വേഗതയില നാട് മുഴുവൻ പരന്നത്. ഈ ഫോണിന് ചാർജ് ചെയ്ത് കിട്ടാൻ ഞാൻ ആരെയൊക്കെ സമീപിച്ചു നിനക്കറിയാം. എന്റെ സഹായം കൊണ്ട് ജീവിതം തിരിച്ചു കിട്ടിയവര് പോലും എന്നെ കൈവിട്ടു. അവർക്കൊക്കെ പേടി. ക്രിമിനലായ കൃഷ്ണപ്രസാദിന് സഹായം ചെയ്തു കൊടുത്താൽ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന്.